ബുൾഡോസർ രാജ്. ഇന്ത്യയുടെ മതേതര ജീവിതത്തെ ഈ വാക്ക് ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. പ്രതീക്ഷകളുടെയും പുതുജീവന്റെയും ആഘോഷമാണ് ഓരോ ക്രിസ്മസും. ഈ ക്രിസ്മസിന് 4 ദിവസം മുൻപ് ബംഗളൂരുവിലെ യലഹങ്കയിലുള്ള വസീം ലേഔട്ടിൽ നിന്നും ഫക്കീർ കോളനിയിൽ നിന്നുമായി 400-ലേറെ പാവപ്പെട്ട കുടുംബങ്ങളെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇറക്കിവിട്ടത്. അതിൽ ഭൂരിഭാഗവും മുസ്ലിം സഹോദരങ്ങൾ. കുട്ടികളും ഗർഭിണികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് എങ്ങോട്ടെന്നില്ലാതെ സിദ്ധരാമയ്യ സർക്കാരിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പകച്ചു നിന്നത്. സ്ഥലം MLA കൃഷ്ണ ബൈരഗൌഡയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെ വിളി കേൾക്കാൻ കോൺഗ്രസ് MLAയും തയ്യാറായിട്ടില്ല. തങ്ങൾ 30 വർഷത്തോളമായി ഇവിടെ ജീവിക്കുകയാണെന്നും വോട്ടർ ID, റേഷൻ കാർഡ് മുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരെ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഇറക്കിവിട്ടപ്പെട്ടവർ പറയുന്നു. നേരമൊന്ന് വെളുക്കാൻ പോലും കാക്കാതെ നൂറുകണക്കിന് മനുഷ്യരെ ബംഗളൂരുവിലെ കൊടും തണുപ്പിലേക്ക് അനാഥരാക്കി ഇറക്കിവിട്ടത് സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്ന കോൺഗ്രസുകാരാണ്. മറക്കരുത്, ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത് യോഗി ആദിത്യനാഥിന്റെ BJP സർക്കാർ. ഇങ്ങ് കർണാടകയിൽ അതേ ബുൾഡോസർ രാജിന് നേതൃത്വം നൽകിയത് സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം. കോൺഗ്രസ് BJPയുടെ B ടീമാണെന്നത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകർ തങ്ങളാണെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന അതേ കോൺഗ്രസുകാർ തന്നെയാണ് കർണാടകയിലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നതെന്നത് ഭയപ്പെടുത്തുന്ന സത്യമാണ്.